നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലാണ് അടുത്ത കളി. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ഒന്നാം പാദ മത്സരത്തിൽ നാളെയാണ് ബാഴ്സയുടെ മൈതാനത്ത് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്കാണ് ആ കളി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് സിമിയോണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബാഴ്സയുടെ ഈ ലാലീഗയിലെ തിരിച്ചുവരവിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ലാലീഗയിൽ അവർ 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു മാറ്റം സംഭവിച്ചു? 2024 അവസാനത്തിൽ സ്ട്രഗിൾ ചെയ്ത ബാഴ്സ 2025 അപരാജിത കുതിപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. പക്ഷെ അതിൽ അത്ഭുതമില്ല. ഒരാളാണ് അതിന് പുറകിലെന്ന് ഇപ്പോൾ ഡിയേഗോ സിമിയോണി പറയുന്നു. സിമിയോണിയുടെ വാക്കുകളിലേക്ക് പോകാം. എങ്ങനെയാണ് ബാഴ്സ കാര്യങ്ങൾ ഈ രൂപത്തിലേക്ക് ലാലിഗയിൽ റിക്കവറായി വരാൻ മാനേജ് ചെയ്തത്? തീർച്ചയായിട്ടും അത് അവരുടെ കോച്ചിൻ്റെ എബിലിറ്റിയാണ്. ഹൻസി ഫ്ലിക്കിൻ്റെ എബിലിറ്റിയാണ്. അദ്ദേഹത്തിന് തൻ്റെ രീതികൾ പ്ലെയേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഫ്ലിക്കിൻ്റെ വരവ് ബാഴ്സലോണയ്ക്ക് ഏറെ ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നാണ് സിമിയോണി പറയുന്നത്. ബാഴ്സയ്ക്കെതിരെ ബസ് പാർക്കിംഗ് പുറത്തെടുക്കുമോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ബസ്സിലല്ല പ്ലെയിനിലാണ് ബാഴ്സലോണയിലേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ സിമിയോണി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക കളിക്കളത്തിൽ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.